എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പലണ്ടി. നമ്മൾ പച്ചക്കപ്പലിൽ മേടിക്കില്ല, അത് നമ്മളെങ്ങനെ വറുക്കാം. പണ്ടൊക്കെ മണലിലാണ് വറുത്തുകൊണ്ടിരുന്നത്. മണലില്ലാതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വറക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ചട്ടി. ഇത് ഉപ്പാണ്. നമ്മളവർക്ക് ഇതെങ്ങനെ ഈ ഉപ്പിൽ വറക്കണ ഭയങ്കര ഉപ്പായ അതൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഉപ്പ് നല്ലോണം ചൂടാവുക. നല്ലോണം ചൂടാക്കിക്കുക. നമ്മുടെ കപ്പലണ്ടി എണ്ണ, കപ്പലണ്ടി ഇത് ഉപ്പ് പുരട്ടി വെച്ചേക്കുന്നതാണ്. ഉപ്പ് പുരട്ടി വെച്ചില്ലെങ്കിൽ ഇതിൽ ഉപ്പുണ്ടാവില്ല. കാരണം നമ്മൾ ഉപ്പിലിട്ടാൽ വറക്കണേന്ന് വെച്ചാൽ ഉപ്പൊന്നും ഇത് കയറില്ല. നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് പുരട്ടി തന്നെ വെക്കണം. കുറച്ച് ഉപ്പ് പരട്ടിയിട്ട് ഇത്തിരി വെള്ളം നനച്ച് ഒരു 3-4 മണിക്കൂർ വച്ചിട്ട് ഇത് വറുത്ത് കഴിഞ്ഞാൽ ഈ ഉപ്പിൽ നിന്നൊന്നും ഇതിലേക്ക് ഉപ്പ് കയറില്ല. ഇനിയും ഇട്ട് കൊടുക്കാം. ഇത് ഒരു 10-25 മിനിറ്റ് വേണം ഇത് ശരിയാവാനായിട്ട്. മണലിൽ കിടന്ന് ഈ വെള്ളമൊക്കെ വറ്റി, മണലിന് നല്ലത്. ഉപ്പിൽ കിടന്ന് ഉപ്പ് നല്ലോണം വെള്ളമൊക്കെ വലിച്ച് ഇത് ആവണം. സമയം എടുക്കും. നമ്മൾ മണലിൽ വറക്കണ മാതിരി തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. മണലിൽ എന്തോരം സമയം എടുക്കണം അത്ര സമയം തന്നെ ഇതിലെടുക്കുള്ളൂ. അല്ലാണ്ട് ഉപ്പിൽ കിടന്നത് പെട്ടെന്ന് ആവില്ല. മണലിൽ കിടന്ന ആ സമയം തന്നെ ഇതിനെടുക്കും. ഇപ്പൊ പിന്നെ നമുക്ക് മണലൊന്നും കിട്ടാനില്ലല്ലോ. പിന്നെ കിട്ടിയാൽ തന്നെ നമുക്ക് വൃത്തി ഉണ്ടാവില്ല. മണലൊന്നും നമുക്ക് വിശ്വസിച്ച് ഈ പഴയ മണൽ കിടക്കണതൊക്കെ പുറത്ത് കിടക്കണതൊക്കെ പണ്ട് ഉള്ള മാതിരിയല്ല. നമുക്ക് വിശ്വസിച്ച് ഈ എവിടെ കിടക്കണ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. അത് കാരണം നമ്മൾ മണലൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പം നമുക്ക് കപ്പലണ്ടി വറക്കുകയും വേണം. നല്ല ഭംഗിയായിട്ട് വരും. നമ്മൾ മണലിൽ വറക്കണ മാതിരി തന്നെ കിട്ടും. നമ്മൾ ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഉപ്പ് നനച്ച് ഒരു 2-3 മണിക്കൂർ വയ്ക്കണം. എന്നാലാണ് ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. നോൺ സ്റ്റിക്കിലൊന്നും വയ്ക്കാൻ പാടില്ല. ഉപ്പിട്ടാവുമ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് പാത്രമൊക്കെ ചീത്തയായി പോകും. ഇരുമ്പ് ചട്ടി അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിക്കായാലും കുഴപ്പമില്ല. നോൺ സ്റ്റിക്കിനൊന്നും പറ്റില്ല. കാരണം നമ്മളിങ്ങനെ വറക്കുമ്പോഴേ ഈ ഉപ്പല്ലേ, അതുകൊണ്ട് അതിലെ ആ കോട്ടിങ്ങൊക്കെ അങ്ങോട്ട് പോകും. ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഏറ്റവും നല്ലത് വറക്കാനൊക്കെ. അതിന് ചൂടും ഉണ്ടാവും. ഇത് തിരിച്ച പൊട്ടി തുടങ്ങിയിരുന്നു കേട്ടോ. ഇനി ഇതിങ്ങനെ ആയോന്ന് അറിയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2-3 എടുത്ത് പുറത്ത് വയ്ക്കും. അപ്പം ചൂട് ആറി കഴിയുമ്പോൾ അതിൻ്റെ തൊണ്ട് പോവുകയാണെങ്കിൽ ആയിട്ടുണ്ട്. തൊണ്ട് ഇങ്ങനെ തിരുമ്മില്ലേ, ഇതേപ്പൊന്നും ആയിട്ടില്ല. കണ്ട 2-3 മിനിറ്റ് ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് ചൂടാറിയാലാണ് അതിൻ്റെ തൊണ്ട് പോവുള്ളൂ. അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ അതിൽ കിടന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇത്ര ഒരുപാട് സമയമൊന്നും വേണ്ട കപ്പലണ്ടി വറക്കാൻ. ഈ ഉപ്പ് ഇനി നമ്മളൊരു ചൂടാറി കഴിയുമ്പോൾ കവറിലിട്ട് വെച്ചാൽ മതി. പിന്നെ എടുക്കാം. കറിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇതിനും കപ്പലണ്ടി വറക്കണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കാം. കപ്പലണ്ടി എപ്പോഴും ഇങ്ങനെ വറക്കുന്ന ടേസ്റ്റ്. ഇപ്പം ഉണ്ടാ പോയി ആയിട്ടില്ല. ഇല്ല, ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല. ശരിക്കും ആകുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കാണിക്കുമ്പോഴത്തേക്കും പോകും. ആവാറായിട്ടുണ്ട്. ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഇരുന്നൊന്നാവും കേട്ടോ. ചുമന്നിരിക്കണം കേട്ടോ. ചുമന്നില്ലേ, ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. തീ ഓഫ് ചെയ്തു. ഇനി ഇതിലിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഈ ചൂടും കൊണ്ട് ഈ ഉപ്പിൻ്റെ ചൂടും കൊണ്ട് അത് ബാക്കി ആയിക്കോളും. ആയിട്ടുണ്ട്. അപ്പം
കോരണം. കല്ലിപ്പായ തന്നെ ഇത് തന്നെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴേ മൂപ്പധികമാവും. നിങ്ങളെല്ലാവരും ഇതുമാതിരി മണലില്ലാന്നോർത്ത് വിഷമിക്കാതെ ഇങ്ങനെ കപ്പലണ്ടി വറുത്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.